In the last class, we are discussing about Zaitsev rule, the dehydrohalogenation of alkyl halides to give alkenes. Alkene preparation നമ്മൾ dehydrohalogenation നടത്തിയിട്ട് അവിടെ Zaitsev orientation കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൽ രണ്ട് എക്സാമ്പിൾ ആണ് ഇവിടെ പറയുന്നത്. ഇവിടെ in the dehydrobromination of 2-bromo-2-methyl butane ആൽക്കഹോളിക് KOH ആയിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ രണ്ട് പ്രൊഡക്റ്റ് ആണ് കിട്ടുന്നത്. മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 2-methyl but 2-നും 2-methyl but 1-നും അതാണ് മൈനർ പ്രൊഡക്റ്റ്. അപ്പം മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആണ് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ ട്രൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആണ് 2-methyl but 2-ൻ, അതാണ് മേജർ പ്രൊഡക്റ്റ്. മൈനർ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത് നമ്മുടെ മേജർ പ്രൊഡക്റ്റ് ആയിട്ടുള്ള 2-methyl but 2-ൻ ആണ്. അതുകൊണ്ട് തന്നെ അത് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇനി അടുത്ത എക്സാമ്പിൾ പറയുമ്പോൾ ഡീഹൈഡ്രോബ്രോമിനേഷൻ ഓഫ് 2-bromo-pentane യൂസിങ് ആൽക്കഹോളിക് KOH. പെന്റ് 2-ൻ ആണ് നമുക്ക് മേജർ പ്രൊഡക്റ്റ് കിട്ടുന്നത്, പെന്റ് 1-ൻ ആണ് മൈനർ പ്രൊഡക്റ്റ്. അപ്പോൾ ഇവിടെ ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആണ് അല്ലേ. അപ്പോൾ മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആണ് ഇവിടെ മേജർ പ്രൊഡക്റ്റ് ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആണ് പെന്റ് 2-ൻ, അത് മേജർ പ്രൊഡക്റ്റും മൈനർ പ്രൊഡക്റ്റ് പെന്റ് 1-നും ആണ്. അപ്പോൾ Zaitsev ഓറിയന്റേഷന്റെ രണ്ട് എക്സാമ്പിൾ ആണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ആൽക്കീന്റെ പ്രിപ്പറേഷൻ ആണ് പറയുന്നത് ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ. ആൽക്കഹോളിന്റെ ഡീഹൈഡ്രേഷൻ നടത്തുക. അപ്പോൾ ആൽക്കഹോൾ മോളിക്യൂളിന് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ഒരു മോളിക്യൂൾ ഓഫ് വാട്ടർ ലോസ് ചെയ്യുന്നതിനാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുക. അപ്പോൾ ആസിഡ് കാറ്റലൈസ്ഡ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽക്കീനാണ് ഈൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 1-2 എലിമിനേഷൻ റിയാക്ഷൻ ആണ് നടത്തുന്നത്. 1-2 എലിമിനേഷൻ എന്ന് പറയുന്നത് രണ്ട് അടുത്തടുത്ത കാർബൺ ആറ്റത്തിൽ നിന്ന്, ഒരു കാർബൺ ആറ്റത്തിൽ നിന്ന് OHും അടുത്ത മറ്റേ കാർബൺ ആറ്റത്തിൽ നിന്ന് Hും പോകുന്ന ഒരു എലിമിനേഷൻ റിയാക്ഷൻ ആണ് ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൽക്കീനാണ് ഇവിടെ പ്രൊഡക്റ്റ് കിട്ടുക. ഓക്കെ, ഇനി നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആസിഡ്സ് ഇൻ ദി ലബോറട്ടറി ആർ ബ്രോൺസ്റ്റഡ് ആസിഡ് സച്ച് ആസ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് ഫോസ്ഫോറിക് ആസിഡ്. നമ്മൾ സാധാരണയായിട്ട് ലാബിലൊക്കെ ബ്രോൺസ്റ്റഡ് ആസിഡാണ് ഉപയോഗിക്കുന്നത്, സൾഫ്യൂരിക് ആസിഡ് അതുപോലെ തന്നെ ഫോസ്ഫോറിക് ആസിഡ് ആയിട്ട്. അപ്പോൾ ആസിഡ് കാറ്റലൈസ്ഡ് ഡീഹൈഡ്രേഷൻ ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 30 ബ്യൂട്ടൈൽ ആൽക്കഹോളിനെ നമ്മൾ ഡീഹൈഡ്രേഷൻ നടത്തുകയാണ്. അതിൽ 20% സൾഫ്യൂരിക് ആസിഡും 85 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റും കൊടുത്താലാണ് നമുക്ക് 2-methyl propene കിട്ടുക. അപ്പോൾ 30 ബ്യൂട്ടൈൽ ആൽക്കഹോളാണ്, ടെർഷ്യറി ആൽക്കഹോളാണ്. അതിന് നമ്മൾ 20% സൾഫ്യൂരിക് ആസിഡും ഡൈല്യൂട്ടാണ് 85 ഡിഗ്രി സെൽഷ്യസും കൊടുത്താൽ നമുക്ക് അതിൻ്റെ പ്രോഡക്റ്റ് കിട്ടും. അതുപോലെ തന്നെ സെക്കൻഡറി ആൽക്കഹോളാണ് ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ, പ്രൊപ്പൈൻ 2-ol. അതിനെ നമ്മൾ ആൽക്കഹോൾ എന്ന് പറയുന്നത് 60% ആൽക്കഹോളും 100 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോഴാണ് അവിടെ പ്രൊപ്പീൻ കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ എത്തനോൾ എന്ന് പറഞ്ഞാൽ പ്രൈമറി ആൽക്കഹോളാണ്. എത്തനോൾ അണ്ടർഗോ ഡീഹൈഡ്രേഷൻ വെൻ ഹീറ്റഡ് 95% H2SO4 ആൻഡ് 170 ഡിഗ്രി സെൽഷ്യസ്. അപ്പം ഈൽഡ് ചെയ്യുന്നത് ഈഥീനാണ്. ഓക്കെ, ഈഥീൻ. അപ്പം ബ്യൂട്ടൈൻ 1-ol നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടൈൻ 1-ol ആണ്. നെക്സ്റ്റ് സെക്കൻഡറി പ്രൈമറി ആൽക്കഹോൾ ആണ്. അതിനെ ഡീഹൈഡ്രേഷൻ നടത്തുന്നത് 75% സൾഫ്യൂരിക് ആസിഡും ആൻഡ് 140 ഡിഗ്രി സെൽഷ്യസും നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോഴാണ് നമുക്ക് ബ്യൂട്ട് 2-ൻ ആയിട്ടുള്ള മേജർ പ്രൊഡക്റ്റ്, അത് Zaitsev ഓറിയന്റേഷൻ ആണ് അവിടെ നടക്കുന്നത്. മൈനർ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ബ്യൂട്ട് 1-ൻ രണ്ട് പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. Zaitsev ഓറിയന്റേഷൻ ആണ് അതിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക, ടെർഷ്യറി ആൽക്കഹോളിന് 20% H2SO4 മതി അല്ലേ, അതിന് മൈൽഡ് കണ്ടീഷൻ മതി. അത് പ്രൈമറി ആൽക്കഹോളിലെത്തുമ്പോൾ അതിന് നമുക്ക് ഡ്രാസ്റ്റിക് കണ്ടീഷൻ കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഡീഹൈഡ്രേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ടെർഷ്യറി ആൽക്കഹോളാണ് പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ നടക്കുക, ദെൻ സെക്കൻഡറി ആൽക്കഹോൾ, ദെൻ പ്രൈമറി ആൽക്കഹോൾ. അപ്പോൾ ഡീഹൈഡ്രേഷൻ്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ പ്രൈമറിയും സെക്കൻഡറി ആൽക്കഹോളിൽ E1 മെക്കാനിസം, E1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം യൂണിമോളിക്കുലർ എലിമിനേഷൻ ആണ്. അപ്പോൾ E1 മെക്കാനിസമാണ് ഫേവർ ചെയ്യുന്നത്. അവിടെ കാർബോകാറ്റോൺ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യും. അവിടെ ടെർഷ്യറി കാർബോകാറ്റോൺ ആണ് മോർ സ്റ്റേബിൾ. സെക്കൻഡറിയും പ്രൈമറി കാർബോകാറ്റോണിനേക്കാളും സ്റ്റേബിൾ ആയിട്ടുള്ളത് ടെർഷ്യറി കാർബോകാറ്റോൺ ആണ്. അപ്പോൾ അത് ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുമ്പോൾ നമുക്ക് ടെർഷ്യറി ആൽക്കഹോൾ ഈസിയസ്റ്റ് വേയിൽ ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് ആൽക്കീൻ ഫോം ചെയ്യും. അപ്പോൾ ടെർഷ്യറി ആൽക്കഹോളാണ് പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ സംഭവിക്കുക. ഇനി ദെൻ സെക്കൻഡറി ആൽക്കഹോൾ, ദെൻ ടെർഷ്യറി ആൽക്കഹോളിനേക്കാളും കുറച്ചും കൂടി സ്റ്റെബിലിറ്റി കുറവാണ് സെക്കൻഡറി കാർബോകാറ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാർബോകാറ്റോൺ ഫോം ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് അവിടെ ആൽക്കീൻ കിട്ടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പ്രൈമറി ആൽക്കഹോൾ എന്ന് പറയുമ്പം അവിടെ കാർബോകാറ്റോൺ ഫോം ചെയ്യുന്നില്ല. അവിടെ E2 പാത്വേയിലാണ് നടക്കുന്നത്. E2 പാത്വേയിലാണ് ആ റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ,
മറ്റേ ടെർഷ്യറി ആൻഡ് സെക്കൻഡറി ആൽക്കഹോൾ E1 പാത്വേയിലും പ്രൈമറി ആൽക്കഹോൾ E2 പാത്വേയിലുമാണ് മെക്കാനിസം നടക്കുന്നത്. ഇനി അതിൻ്റെ മെക്കാനിസമാണ് നമ്മൾ പറയുന്നത്. ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോളിൽ ടെർഷ്യറി സെക്കൻഡറി ആൽക്കഹോൾ E1 റിയാക്ഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുക. നമ്മൾ 30 ബ്യൂട്ടൈൽ ആൽക്കഹോളാണ് എടുക്കുന്നത്. അത് ടെർഷ്യറി ആൽക്കഹോളാണ്. അതിനെ ആസിഡ് പ്രോട്ടോണേറ്റ് ചെയ്യും. ഓക്കെ, ഈ ആസിഡ് അതിനെ പ്രോട്ടോണേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക? അവിടെ ഒരു ഫാസ്റ്റ് റിയാക്ഷൻ നടന്നിട്ട് പ്രോട്ടനേറ്റഡ് ആൽക്കഹോൾ കിട്ടും. ഓക്കെ, ഈ HSO4 H+ OH- കയറുമ്പോൾ OH2+ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ നമുക്ക് കിട്ടും. ദെൻ HSO4- കിട്ടും. ഇനി നമ്മൾ സ്റ്റെപ്പ് 2 എന്താണ്? വാട്ടർ ഡിപ്പാർട്ട് ഫ്രം പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ. ഇവിടെ H2O ആയിട്ട് ഇത് റിമൂവ് ചെയ്യും. അവിടെ സ്ലോ റിയാക്ഷൻ നടക്കും. അവിടെ തേർഡ് ബ്യൂട്ടൈൽ കാറ്റയോൺ, അവിടെ കാർബോ കാറ്റയോൺ ഫോം ചെയ്യും. അതാണ് സെക്കൻഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പാണ്. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ തേർഡ് ബ്യൂട്ടൈൽ കാറ്റയോണിന് ഒരു പ്രോട്ടോണിനെ എന്ത് ചെയ്യും? ഈ ബേസ് HSO4- എന്ന് പറയുന്നത് ബേസ് ആണ്. ഈ ബേസ് റിമൂവ് ചെയ്യും. അപ്പം ഇവിടെ H2SO4 ആയിട്ട് ഇത് പുറത്തേക്ക് പോവുകയും ചെയ്യും. നമുക്കിവിടെ ഡബിൾ ബോണ്ട് കിട്ടുകയും ചെയ്യും. 2-മിഥൈൽ പ്രൊപ്പീൻ ആൽക്കീൻ ഫോം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മളെ E1 പാത്വേ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പറയുന്നത് ഡീഹൈഡ്രേഷൻ ഓഫ് പ്രൊപ്പൈൻ 2-ol ആണ്. അത് നമ്മുടെ സെക്കൻഡറി ആൽക്കഹോളാണ്. സെക്കൻഡറി ആൽക്കഹോളിന് എങ്ങനെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ H2SO4 Hഉം OHഉം കൂടി ചേർന്നിട്ട് നമ്മുടെ പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ ആവും. അതുപോലെ തന്നെ ഈ OH2 ഇതിൽ നിന്ന് റിമൂവ് ചെയ്യും. അതുപോലെ തന്നെ അവിടെ ഒരു സെക്കൻഡറി കാർബോ കാറ്റയോൺ ഫോം ചെയ്യും. സെക്കൻഡറി കാർബോ കാറ്റയോണിനെ നമ്മൾ ഈ ബേസ് ഒരു H+ എന്ത് ചെയ്യും? അബ്സ്ട്രാക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ പ്രൊപ്പീൻ ഫോം ചെയ്യും. ഡബിൾ ബോണ്ടഡ് ഹൈഡ്രോ കാർബൺ ആയിട്ടുള്ള പ്രൊപ്പീൻ ഫോം ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പ്രൈമറി ആൽക്കഹോളിൻ്റെ കേസാണ് പറയുന്നത്. ആസിഡ് പ്രോട്ടോണേറ്റ് ദ ആൽക്കഹോൾ. ആസിഡ് പ്രോട്ടോണേറ്റ് ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ മെത്തനോളിനെ ആസിഡ് പ്രോട്ടോണേറ്റ് ചെയ്യും. അവിടെ പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ ഫോം ചെയ്യും. ഓക്കെ, അവിടെ ഒരു ഫാസ്റ്റ് റിയാക്ഷൻ നടക്കും. അപ്പോൾ ഇവിടെ നടക്കുന്നത് E2 പാത്വേ ആണ്. ഓക്കെ, E2 പാത്വേ എന്ന് പറയുമ്പോൾ E2 മെക്കാനിസം. ദെൻ സ്റ്റെപ്പ് 2 എന്താണ്? ഇവിടെ ഈ ബേസ് H+ അബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യും. ഇവിടെ OH2+ വാട്ടറായിട്ട് റിമൂവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചാണ് ഈ സ്റ്റെപ്പിൽ നടക്കുന്നത്. അപ്പോൾ ഈ പ്രോട്ടോണേറ്റഡ് ആൽക്കഹോളിൽ നിന്ന് OH2 റിമൂവ് ചെയ്യുകയും ചെയ്യും. HSO4- ഈ H+ അബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവിടെ സ്ലോ റിയാക്ഷൻ നടന്ന് ഈത്തീൻ ഫോം ചെയ്യും. ഓക്കെ, ഇതാണ് E1 E2 രണ്ട് പാത്വേ നമ്മൾ പറയുന്നത്. E2 എലിമിനേഷൻ ആൻഡ് E1 എലിമിനേഷൻ. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇനി നമ്മൾ റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻ ആണ് പറയുന്നത്. അപ്പോൾ അവിടെ ഡീഹൈഡ്രേഷൻ ഓഫ് സം ആൽക്കഹോൾ, അവിടെ റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻ നടക്കുന്നുണ്ട്. ആ റിയാക്ഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇവിടെ 3,3-ഡൈമീഥൈൽ ബ്യൂട്ടൈൻ 2-ol നമ്മൾ നേരത്തെ പോലെ തന്നെ ഡീഹൈഡ്രേഷൻ നടത്തുകയാണ്. ഒരു ആസിഡ് കാറ്റലൈസ്ഡ് H+ വെച്ചിട്ട് ആസിഡ് കാറ്റലൈസ്ഡ് റിയാക്ഷൻ ആണ്. അപ്പോൾ 2,3-ഡൈമീഥൈൽ ബ്യൂട്ട് 2-ene ഇതാണ് മേജർ പ്രൊഡക്റ്റ്. 2,3-ഡൈമീഥൈൽ ബ്യൂട്ട് 1-ene അത് മൈനർ പ്രൊഡക്റ്റ് ആവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇവിടെ മേജർ പ്രൊഡക്റ്റും മൈനർ പ്രൊഡക്റ്റും ഇങ്ങനെ കിട്ടുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ റിയാക്ഷൻ ഇൻവോൾവ് സെക്കൻഡറി കാർബോകാറ്റോൺ into more stable tertiary carbocation it was known as 1,2 alkyl shift. അപ്പോൾ ഇവിടെ 1,2 alkyl shift എന്നുള്ള ഒരു റീഅറേഞ്ച്മെന്റ് നടക്കുന്നുണ്ട്. ആ മെക്കാനിസത്തെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഈ റിയാക്ഷൻസ് നമുക്ക് ഈ പ്രൊഡക്ട്സുകൾ എങ്ങനെ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ മെക്കാനിസം ആണ് പറയുന്നത് 1,2 alkyl ഷിഫ്റ്റിന്റെ. ഇവിടെ നോക്കുക, സ്റ്റെപ്പ് 1 ആസിഡ് പ്രോട്ടോണേറ്റ് ചെയ്യും ആൽക്കഹോളിനെ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ മെക്കാനിസം തന്നെയാണ്. അപ്പം ആസിഡ് എന്ത് ചെയ്യും? പ്രോട്ടോണേറ്റ് ചെയ്യും ആൽക്കഹോളിനെ. അപ്പോൾ നമുക്ക് പ്രോട്ടോണേറ്റ് ആൽക്കഹോൾ കിട്ടും. ദെൻ വാട്ടർ ഡിപ്പാർട്ട് ചെയ്യും. വാട്ടർ OH2+ ആയിട്ട് H2O ആയിട്ട് നമുക്ക് ഡിപ്പാർട്ട് ചെയ്യും. അവിടെ സെക്കൻഡറി കാർബോകാറ്റോൺ ഫോം ചെയ്യും. ഓക്കെ, സെക്കൻഡറി കാർബോകാറ്റോൺ. അപ്പോൾ അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. സെക്കൻഡറി കാർബോകാറ്റോൺ ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം സെക്കൻഡറി കാർബോകാറ്റോൺ എന്ന് പറഞ്ഞാൽ ടെർഷ്യറി കാർബോകാറ്റോണിനേക്കാളും സ്റ്റെബിലിറ്റി കുറവാണ്. അപ്പോൾ നമ്മൾ ഈ റിയാക്ഷൻ ഈ ഇന്റർമീഡിയറ്റ് എന്ത് ചെയ്യും? ഇത് ടെർഷ്യറി കാർബോകാറ്റോൺ ആവാൻ വേണ്ടി ഒരു ടെൻഡൻസി ഉണ്ടാവും. ടെർഷ്യറി കാർബോകാറ്റോൺ ആണ് സ്റ്റെബിലിറ്റി കൂടുതലുള്ള കാർബോകാറ്റോൺ. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 3 എന്താണ്? അവിടെ റീഅറേഞ്ച്മെന്റ് നടക്കും. റീഅറേഞ്ച്മെന്റ് നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഈ കാർബോകാറ്റോണിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതിനാണ് നമ്മൾ 1,2 മിഥൈൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റീഅറേഞ്ച്മെന്റ് നടന്നിട്ട് ഇവിടുന്ന് മൈഗ്രേഷൻ നടക്കും. ഈ CH3 ഗ്രൂപ്പിനായി കാർബോകാറ്റോണിലേക്ക് മൈഗ്രേഷൻ നടക്കും. അതിനാണ് 1,2 മിഥൈൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടെർഷ്യറി കാർബോകാറ്റോൺ കിട്ടും. അത്
മോർ സ്റ്റേബിൾ ആണ്. ഇത് സെക്കൻഡറി കാർബോകാറ്റോൺ ആണ്, ഇത് ടെർഷ്യറി കാർബോകാറ്റോൺ. അപ്പോൾ ടെർഷ്യറി കാർബോകാറ്റോൺ ആണ് മോസ്റ്റ് സ്റ്റേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റെപ്പ് 4 എന്ത് നടക്കും? പിന്നെ നമ്മുടെ ബേസ് വന്നിട്ട് H+നെ റിമൂവ് ചെയ്യും, അവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ ഇതാണ് 2,3-ഡൈമിഥൈൽ ബ്യൂട്ട് 2E നമുക്ക് നേരത്തെ കിട്ടിയ മേജർ പ്രൊഡക്റ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മേജർ പ്രൊഡക്റ്റ് കിട്ടുന്നത്. ടെർഷ്യറി കാർബോകാറ്റോൺ ആയിട്ട് അതെന്ത് ചെയ്യും? അത് 1,2 ആൽക്കൈൽ ഷിഫ്റ്റ് നടത്തും. ഓക്കെ, ഇനി നമ്മൾ റീഅറേഞ്ച്ഡ് ആൽക്കീനിൽ ഡീഹൈഡ്രേഷൻ ഓഫ് പ്രൈമറി ആൽക്കഹോൾ, നമ്മൾ പ്രൈമറി ആൽക്കഹോളിൻ്റെ ഡീഹൈഡ്രേഷൻ നടത്തുമ്പം അവിടെ ആൽക്കീൻ എങ്ങനെ ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ആൽക്കീനായിട്ടുള്ള ബ്യൂട്ടൈൻ 1 ആണ് നമ്മൾ എടുക്കുന്നത്. 75% സൾഫ്യൂരിക് ആസിഡ് 140 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ വാട്ടർ എലിമിനേറ്റ് ചെയ്തിട്ട് ബ്യൂട്ട് 2E മേജർ പ്രൊഡക്റ്റും ബ്യൂട്ട് 1E മൈനർ പ്രൊഡക്റ്റുമാണ് കിട്ടുന്നത്. അവിടെ നമ്മൾ നോക്കുക, പ്രൈമറി ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ E2 പാത്വേയിലാണ് അത് നടക്കുന്നത്, അതിൻ്റെ എലിമിനേഷൻ നടക്കുന്നത്. അപ്പോൾ E2 പ്രൊഡക്റ്റ് ആയിട്ടുള്ള ബ്യൂട്ട് 1E അവിടെ ഫോം ചെയ്യും, അതുപോലെ തന്നെ ബ്യൂട്ട് 2E അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ ബ്യൂട്ട് 2E മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നോക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ബ്യൂട്ട് 1 അല്ലെ, ബ്യൂട്ട് 1 നമ്മൾ എന്ത് ചെയ്യുന്നത്? ആസിഡ് കാറ്റലൈസ്ഡ് ഡീഹൈഡ്രേഷൻ നടത്തിയത് ഹീറ്റ് വെച്ചിട്ട്. അപ്പം നമുക്ക് കിട്ടുന്നത് ബ്യൂട്ട് 1E ബ്യൂട്ട് 1E എന്ന് പറയുമ്പോൾ ഈ OHും ഇതിൽ നിന്ന് ഒരു Hും പോയിട്ട് അവിടെ ബ്യൂട്ട് 1E ആ പ്രൊഡക്റ്റ് കിട്ടി. ദെൻ ഇതാണ് E2 പ്രോഡക്റ്റ്, E2 എലിമിനേഷൻ റിയാക്ഷൻ വെച്ചിട്ടുള്ള E2 പ്രോഡക്റ്റ് കിട്ടി. ദെൻ അവിടെ മാർക്കോണിക്കോഫ് അഡീഷൻ. എന്താണ് മാർക്കോണിക്കോഫ് അഡീഷൻ എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചാണ് മാർക്കോണിക്കോഫ് റൂള്. നമുക്കറിയാം, ഒരു H+ നമ്മൾ അതിൽ കൊടുക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ ഏതിലേക്കാണ് പോവുക? കാർബൺ കണ്ടെയ്നിങ് മോർ ഹൈഡ്രജൻ ആറ്റം അല്ലേ. അപ്പോൾ കാർബൺ കണ്ടെയ്നിങ് മോർ ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതല്ല ഇത്. ഇതിലൊരു H ഉള്ളൂ, ഇതിൽ 2 H ഉണ്ട്. അപ്പം കാർബൺ കണ്ടെയ്നിങ് മോർ ഹൈഡ്രജൻ ആറ്റത്തിലേക്ക് H+ പോയിട്ട് എന്ത് വരും? അവിടെ സെക്കൻഡറി ബ്യൂട്ടൈൽ കാറ്റയോൺ ഫോം ചെയ്യും. ഓക്കെ, സെക്കൻഡറി ബ്യൂട്ടൈൽ കാർബോകാറ്റോൺ. ദെൻ അതിനെ എന്ത് ചെയ്യും? -H+നെ നമ്മൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോഴാണ് നമുക്കെന്ത് സൈഡ്സ് ഓഫ് എലിമിനേഷൻ പ്രൊഡക്റ്റ് കിട്ടുന്നത്. സൈഡ്സ് ഓഫ് എലിമിനേഷൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആണ് അതിൻ്റെ മേജർ പ്രൊഡക്റ്റ് വരിക. അപ്പോൾ ബ്യൂട്ട് 2E നമുക്കിവിടെ കിട്ടി. അപ്പം ഇവിടെ H+നെ റിമൂവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബ്യൂട്ട് 2E കിട്ടും. അങ്ങനെയാണ് നമുക്ക് ഈ റിയാക്ഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത്. ഓക്കെ.